വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 15-ാം അധ്യായം പുരുഷോത്തമ യോഗത്തിലെ 3-ാമത്തെ പാർട്ടാണ് നാം ഇവിടെ കാണുന്നത്. 16 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാം. ഗുണാതീതനായ പരമാത്മാവിൻ്റെ ഉത്തമസ്വരൂപം കാട്ടിത്തരുന്ന കൊണ്ട് അധ്യായത്തിന് പുരുഷോത്തമ യോഗം എന്ന പേർ വന്നിരിക്കുന്നു. പ്രപഞ്ചത്തിൽ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നത് പരമാത്മ ജ്യോതിസാണ്. സൂര്യചന്ദ്രന്മാരെയും ഭൂമിയെയും ഭൂമിയിലെ സകല അംശങ്ങളെയും എല്ലാം ഒരേ പരമാത്മാവ് അല്ലെങ്കിൽ പരമ്പൊരുൾ തന്നെയാണ് ഉൾക്കൊള്ളുന്നതും പ്രകാശിപ്പിക്കുന്നതും. പരമ്പൊരുൾ തന്നെയാണ് നാശമുള്ള അല്ലെങ്കിൽ നശിക്കുന്ന പ്രകൃതിയായി തീരുന്നത്. ഈ പ്രകൃതിയെ ക്ഷരപുരുഷൻ എന്ന് പറയുന്നു. അതായത് പരമപുരുഷൻ തന്നെ പരിണമിച്ചുണ്ടായതാണ് അത്. ഈ പ്രകൃതിയിലെ ശരീരങ്ങളിൽ പ്രകാശിക്കുന്ന ജീവാത്മാവിനെ അക്ഷരപുരുഷൻ എന്ന് പറയുന്നു. ഇത് പരമാത്മാവിൻ്റെ തന്നെ മറ്റൊരു ഭാവമാണ്. ഉദാഹരണമായി, ഒരു മനുഷ്യൻ്റെ ശരീരം ശൈശവദശയിൽ നിന്ന് യൗവനം, വാർദ്ധക്യം ഇങ്ങനെ പ്രായമനുസരിച്ച് മാറുന്നു. എന്നാൽ പ്രായത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങൾക്കെല്ലാം അടിസ്ഥാനമായി ഇരുന്നു കൊണ്ടും നമുക്ക് ഈ മാറ്റങ്ങളെ ഉണർത്തി തന്നുകൊണ്ടും ഉള്ളിൽ പ്രകാശിക്കുന്ന ആത്മചൈതന്യം, അതായത് ജീവാത്മാവ് മാറുന്നതേയില്ല. അപ്പോൾ ശരീരം മാറ്റമുള്ളത് ക്ഷരപുരുഷൻ, ജീവാത്മാവ് മാറ്റമില്ലാത്തത് അക്ഷരപുരുഷൻ അല്ലെങ്കിൽ കൂടസ്ഥൻ എന്ന് പറയുന്നു. കൂടസ്ഥൻ എന്ന് വെച്ചാൽ എല്ലാ ശരീരത്തിലും ഒരേ ജീവാത്മാവ് തന്നെയാണ് പ്രകാശിക്കുന്നത്, ഒന്ന് തന്നെയാണ് എന്നുള്ളത് കൂടസ്ഥൻ എന്ന് പറയുന്നു. ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരാക്ഷര ഏവ ച ക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യതേ. ഉത്തമ പുരുഷസ്തന്യഃ പരമാത്മേതി ഉദാഹൃതഃ യോ ലോകത്രയമാവിശ്യ ബിഭർത്തവ്യയ ഈശ്വരഃ. അക്ഷരപുരുഷന്മാരെ പ്രകാശിപ്പിച്ചുകൊണ്ട് ലോകത്തെയും വ്യാപിച്ചു നിൽക്കുന്നു പരമപുരുഷൻ അല്ലെങ്കിൽ പരമാത്മാവ്. ഈ പരമാത്മാവ് തന്നെയാണ് ക്ഷരവസ്തുക്കളായി അല്ലെങ്കിൽ ശരീരങ്ങളായി മാറുന്നതും അവയിൽ പ്രകാശിക്കുന്ന ജീവാത്മാവായി തീരുന്നത്. ഏതെന്നാണോ ക്ഷരത്തെയും അക്ഷരത്തെയും കാൾ ഉത്തമനായി അവ രണ്ടിനെയും പ്രകാശിപ്പിക്കുന്നത്, അതാണ് പുരുഷോത്തമൻ എന്ന് പറയപ്പെടുന്നത്. ശ്രേഷ്ഠനായ ഉത്തമ പുരുഷനെ പുരുഷോത്തമൻ എന്ന് പറയുന്നു. യോ മാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. ഏത് മനുഷ്യനാണോ തൻ്റെ യഥാർത്ഥ സ്വരൂപം പുരുഷോത്തമനാണ് എന്നറിയുന്നത്, അയാളാണ് ശരിയായ ഭക്തൻ. ശരീരമാണ് താനെന്ന അജ്ഞാനത്തിൽ നിന്നുണർന്ന് ഹൃദയത്തിൽ പ്രകാശിക്കുന്ന പുരുഷോത്തമനെക്കുറിച്ചുള്ള ജ്ഞാനം നേടുന്നവനാണ് വിവേകമുള്ളവൻ. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദം യുക്തം മയാ നഘ ഏതദ്ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. അർജുന, അത്യന്തം രഹസ്യമായ തത്വശാസ്ത്രം നിനക്ക് ഞാൻ ഉപദേശിച്ചു തന്നു. ഇതിനെ അറിയുന്നവൻ പ്രശാന്തചിത്തനും ബുദ്ധിമാനുമായി പുരുഷോത്തമനെ അറിഞ്ഞ് ആനന്ദിക്കുന്നു. ഈ തത്വജ്ഞാനം നേടണമെങ്കിൽ അന്ധഃകരണം ശുദ്ധമായി മനസ്സിലെ ആഗ്രഹങ്ങൾ പൂർണ്ണമായി നീങ്ങിയാലേ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ആത്മചൈതന്യം തെളിഞ്ഞ് നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. ക്രമേണ ഒരേ ജീവാത്മചൈതന്യം തന്നെയാണ് എല്ലാവരിലും കുടികൊള്ളുന്നത് എന്നും
ഇത് പരമാത്മാവ് തന്നെയാണെന്നും ഉള്ള തിരിച്ചറിവ് ലഭിക്കും. ക്ഷരാക്ഷരങ്ങൾക്ക് അതീതമാണ് പുരുഷോത്തമൻ. പുരുഷോത്തമനെ അറിഞ്ഞവൻ സർവജ്ഞനാണ്. അവൻ സദാ ഭഗവാനെ ഭജിക്കുന്നു. ക്ഷരപുരുഷൻ, അക്ഷരപുരുഷൻ, ഉത്തമ പുരുഷൻ ഇങ്ങനെ മൂന്നായി കാണപ്പെടുന്നു എങ്കിലും മൂന്നും ഒന്ന് തന്നെയാണ്. ഏകമായ പരമാത്മാവ് അല്ലെങ്കിൽ ഉത്തമ പുരുഷൻ തന്നെയാണ് ക്ഷരമായ ജഡവസ്തുക്കളായും അവയിൽ പ്രകാശിക്കുന്ന അക്ഷരമായ ജീവാത്മാവായും പ്രകാശിക്കുന്നത് എന്ന് ഭഗവാൻ നമുക്ക് മനസ്സിലാക്കി തരുന്നു. തുടർന്ന് ഭഗവാന്റെ ഉപദേശങ്ങൾക്ക് കാത്തിരിക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.